മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളിയ മണലിന് ചൂട് വിട്ടിരുന്നില്ല. ആ മണലിലൂടെ എത്ര ദൂരം ഓടിയെന്ന് അബ്ദുൽ ലത്തീഫിന് ഇന്നും ഓർമ്മയില്ല. ഓടി പുതുജീവിതമെന്ന പ്രതീക്ഷയിലേക്ക് എത്താൻ നിൽക്കുമ്പോഴാണ് തോക്കു ചൂണ്ടി രണ്ടുപേർ മുന്നിൽ. തകർന്നു, എല്ലാം നശിച്ചു. വീണ്ടും ആ മസറയിൽ ഒട്ടകങ്ങൾക്കൊപ്പമുള്ള ആടുജീവിതം അവന് മുന്നിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ ലത്തീഫിൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണത് കണ്ണീരായിരുന്നില്ല, ചുടു ചോര തന്നെയായിരുന്നു. ആ ചോര കണ്ടിട്ടാണോ, അവരുടെ തിരക്ക് കാരണമാണോ, താൻ പറഞ്ഞത് കേട്ട് ദയ തോന്നിയാണോ, എന്താണ് തന്നെ വിടാൻ ആ അറബികളെ തോന്നിപ്പിച്ചതെന്ന് മലപ്പുറം തേഞ്ഞിപ്പാലത്തിനടുത്ത് ദേവതിയാൽ ഹസീന മൻസിലിൽ വി ലത്തീഫിന് ഇന്നും അറിയില്ല. എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റവും പ്രായത്തിൻ്റെ ചോരത്തിളപ്പം കൊണ്ടാണ് സൗദിയിൽ ജോലിക്കായി എത്തുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പുഴമണൽ കടത്തിന് കൂലി വാങ്ങി തുടങ്ങിയ മിടുക്കന് 20ാം വയസ്സിൽ ഗൾഫ് ജോലി എന്നത് പുത്തൻ ഊർജ്ജമാണ് പകർന്നത്. ടൈൽസ് പണിക്കാരുടെ സഹായിയാണ് ജോലി എന്നാണ് കൊണ്ടുപോയ ഏജൻസി പറഞ്ഞതെങ്കിലും അവിടെ എത്തി അധികം കഴിയും മുമ്പേ അർബാബിൻ്റെ ബന്ധുവിൻ്റെ മസറയിൽ എത്തിപ്പെട്ടു. 6 മാസത്തോളം അവിടെ നിന്ന് ലത്തീഫ് എല്ലാം വേഗത്തിൽ പഠിച്ചെടുത്തു. വിവിധ നാട്ടിലുള്ളവരുള്ളതിനാൽ അവരുടെ ഭാഷയും പഠിച്ചു. കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അറബിയുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുന്നത്. നാട്ടിലെത്തി വീണ്ടും പഴയ കൂലിപ്പണിക്ക് തന്നെ പോയി. ഏതു ജോലിയും വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായി ലഭിച്ചിരുന്നു. വയറിംഗ് ഒഴികെ എല്ലാ പണിക്കും സഹായിയായി പോകുമായിരുന്ന ലത്തീഫിൻ്റെ മെയിൻ പരിപാടി തന്നെ മേസ്ത്രിമാരെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നതായിരുന്നു. ജോലിക്കിടെ വിവിധ മേസ്ത്രിമാർക്ക് തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനാകാതെ വന്നതോടെ പണിക്ക് വരണ്ട എന്ന് തീർത്തു പറഞ്ഞു. പിന്നീട് പലരിൽ നിന്നായി പലതും പഠിച്ചെടുത്താണ് ജോലിക്കിറങ്ങിയത്. ആ യാത്രയിൽ 5 പേരെയും കൂടെ കൂട്ടി. ലത്തീഫിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, എല്ലാ ഇടങ്ങേറി പിടിച്ച പണിയും നമ്മൾ ചെയ്യും. അതെല്ലാം വീഡിയോ ആക്കി ഫേസ്ബുക്കിൽ ഇട്ടാൽ അത്തരം ജോലി ചെയ്യുന്നവർക്ക് ഉപകാരമാകില്ലേ എന്ന ചിന്തയിൽ നിന്നാണ് ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പേജുകൾ പിറവിയെടുത്തത്. പണിയെടുത്ത് ജീവിക്കുന്ന ഏക യൂട്യൂബർ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അബ്ദുൽ ലത്തീഫിൻ്റെ വിളിപ്പേര് പോലും. വയറിംഗ് ഒഴികെ എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ക്ലാസ്സിനുള്ളിലായിരുന്നില്ല ശ്രദ്ധ, പുറത്തായിരുന്നു. പിന്നെ 3 വർഷം കൂടി സ്കൂളിൽ പോയെങ്കിലും 10ൽ നിന്ന് കരകയറാനായില്ല. പിന്നീട് പുറത്ത് പല പണിക്കും പോകുന്നതും സൗദിയിൽ പോകുന്നതുമെല്ലാം. സൗദി അയാൾക്ക് കുറേ നല്ല പാഠങ്ങൾ നൽകിയിരുന്നു. വീഡിയോയിൽ നാം കാണുന്ന പല ഐഡിയയുടെയും പിന്നിൽ അയാൾക്ക് സൗദി കാലം നൽകിയ പാഠങ്ങളും ഉൾക്കരുത്തുമാണ്. പല ജോലികളും എളുപ്പത്തിൽ ചെയ്തു തീർക്കുന്ന വിദേശ പണിക്കാരുടെ ടെക്നിക്കുകൾ നാട്ടിലേക്ക് കൂടെ കൂട്ടി. അത്തരം ടെക്നിക്കുകൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും നിറയെ കാഴ്ചക്കാരുണ്ടായി. സാരമായ നാടൻ ശൈലിയിൽ അപ്പോൾ തോന്നുന്നത് പറയുന്ന ആ നാട്ടിൻ പുറത്തുകാരനെ ലോകമെങ്ങുമുള്ള മലയാളികൾ ഏറ്റെടുത്തു. യൂട്യൂബിൽ 1.16 മില്യൺ സബ്സ്ക്രൈബർമാരുള്ള ചാനലാണ് ഇന്നിത്. പക്ഷേ യൂട്യൂബിനേക്കാൾ എത്രയോ മടങ്ങാണ് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരുടെ എണ്ണം. ലത്തീഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫേസ്ബുക്കിലിട്ട് ചണ്ടിയായതിനു ശേഷമാണ് ഏതൊരു വീഡിയോയും യൂട്യൂബിലിടുക. പ്രവാസികളാണ് കാഴ്ചക്കാരിൽ കൂടുതൽ. എന്നതിനാൽ ഫേസ്ബുക്കിൽ പോർട്രേറ്റ് വീഡിയോ എടുത്ത് പോസ്റ്റുകയാണ് ചെയ്യുന്നത്. ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന ചാനൽ തുടങ്ങുമ്പോൾ മലയാളികൾക്കിടയിൽ വിരലിൽ എണ്ണാവുന്ന ഇത്തരം ചാനലേ ഉണ്ടായിരുന്നുള്ളൂ. അതും സിവിൽ എഞ്ചിനീയർമാർ ആരംഭിച്ചവ. ഇപ്പോൾ 30ഓളം ചാനലുകൾ ഈ രംഗത്തുണ്ട്. അവർക്കെല്ലാം ധൈര്യം പകർന്നത് ലത്തീഫിൻ്റെ ചാനലാണെന്ന് തന്നെ പറയാം. ഏതു രംഗത്തെയും ഏതു പണിയും എടുക്കുമെന്നതിനാലാണ് ഇത്തരം ഒരു പേര് നൽകിയത്. ഇതൊരു കോൺട്രാക്ട് കമ്പനിയല്ല, എല്ലാവരും കൂലിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ്. അത്തരത്തിലൊരു കമ്പനി ഉണ്ടാക്കി എല്ലാ നാട്ടിലും പണിക്കാരെ വെച്ച് അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന പണിയൊക്കെ സിമ്പിളായി നടക്കും. പക്ഷേ ആരെയും പറ്റിച്ച് പണം ഉണ്ടാക്കുക എൻ്റെ ലക്ഷ്യമല്ല. കൂട്ടത്തിലുള്ള എല്ലാവരും ഓൾറൗണ്ടർമാരാണ്. കിട്ടുന്ന കൂലി ജോലിക്കാർക്ക് വീതിച്ച് നൽകുന്ന ലത്തീഫ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് എടുക്കുന്നത്. ജോലി തിരഞ്ഞെടുക്കൽ, സംഭാഷണം, എഡിറ്റിംഗ്, അപ്ലോഡിംഗ് തുടങ്ങി ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലും ലത്തീഫിൻ്റെ കയ്യൊപ്പ് കാണാം. എല്ലാം സ്വന്തമായി പഠിച്ചെടുത്തവ. 20 വർഷമായി ഈ രംഗത്തുള്ളതിനാൽ അനുഭവക്കാരത്തിൻ്റെ മികവിൽ ഏത് സൈറ്റിലെത്തിയാലും ചെയ്തു തീർക്കേണ്ട ജോലി സംബന്ധിച്ച് എളുപ്പമായി അയാൾക്ക് ഉത്തരം ലഭിക്കും. പണിയുണ്ടെന്ന് പറഞ്ഞ് ദിവസവും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ 30ഓളം സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിക്കും. കഴിയുന്നിടത്തെല്ലാം എത്തുമെങ്കിലും വീഡിയോയ്ക്ക് ആവർത്തന സ്വഭാവം വരാതിരിക്കാൻ എപ്പോഴും പലതരം ജോലികളാണ് ഏറ്റെടുക്കുക. അത് എത്ര റിസ്ക് ഉള്ളതാണെങ്കിലും ഒരു എഞ്ചിനീയറും കാണാത്ത പലതരം ആശയങ്ങൾ ആ തലയിൽ പിറക്കും. പിന്നീട് അത് എളുപ്പം ചെയ്തു തീർക്കും. പണിക്കാരും ഹാപ്പി, വീട്ടുകാരും ഹാപ്പി.